ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും മമ്മിയുടെ പ്രസന്റ് അല്ലേ, ഇപ്പോൾ ഇതൊന്ന് കഴുത്തിലിട്ടെ. അയ്യോ, ഇതെനിക്ക് വേണ്ട. ഇത് ഗാഥ മേഡത്തിനുള്ളതാ. ഏത് ഗാഥ മേഡം? നവീന്റെ കൂടെ അവളെ ചേർത്ത് വെക്കാൻ മമ്മി തീരുമാനിച്ചോ? ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക നീ. മമ്മി, ഈ ശാപത്തിന്റെ കഥ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒരു 41 ഡേയ്സ് എന്റെ നവീന്റെ ഒപ്പം കഴിയാൻ ഞാൻ അവളെ വിട്ടത്. അതും എന്റെ ഗതികേട്. അത് മുതലെടുക്കാൻ മമ്മി ശ്രമിക്കരുത്. അവളെ സ്നേഹിക്കാനോ മകളായിട്ട് സ്വീകരിക്കാനോ മമ്മിക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിലേ അത് ഞാൻ ക്ഷമിക്കില്ല, ഒരിക്കലും ക്ഷമിക്കില്ല. മാഡം പ്ലീസ്, മാഡത്തിന് വേണ്ടി മമ്മി എന്തൊക്കെ സഹിക്കുന്നുണ്ടെന്ന് മാഡത്തിന് അറിയില്ലേ? എന്നിട്ട് എന്തിനാ ഈ പാവത്തിന് ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഇപ്പൊ കാണിച്ച പ്രവൃത്തികളുണ്ടല്ലോ, അത് പാവായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് കിട്ടേണ്ട സ്നേഹം മറ്റുള്ളവർക്ക് വേദിച്ചു പോകുന്നത് ഞാൻ സഹിക്കേയില്ല. മമ്മി ഇതെങ്ങനെ മനസ്സിലാക്കിയാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാനാണ് മമ്മിയുടെ മകൾ, ഞാൻ മാത്രമായിരിക്കണം. എന്താ സിനി, അവള് വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ല മാം, ഞാൻ വേറൊരു കാര്യം ചോദിക്കാനായിരുന്നു. എന്താ മാം, കൃഷ്ണയ്ക്ക് ഇപ്പൊ കൊടുത്ത ആഭരണങ്ങള് ഒറിജിനൽ ആണോ? വിവാഹത്തിന് ഗാഥാ മാഡത്തിന് കരുതി വെച്ചിരിക്കുന്ന ആഭരണങ്ങള് കൃഷ്ണയുടെ ദേഹത്ത് തൊടാൻ പാടില്ലെന്ന് മാം പറഞ്ഞു. അതനുസരിച്ച് കൃഷ്ണ ഇട്ടത് മുഴുവൻ മുക്കുപണ്ടങ്ങളാ. വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യുമ്പോ ഏതെങ്കിലും ഒരു അവസരത്തിൽ അത് പിടിക്കപ്പെട്ടാലോ? ഞാനിപ്പോ അവക്ക് കൊടുത്തത് മുക്കുപണ്ടങ്ങളല്ല, ഗാഥമോൾക്ക് കൊടുക്കാൻ കരുതി വെച്ചിരുന്ന അതേ ആഭരണങ്ങളാ. മാം, എന്റെ ഗാഥമോൾക്ക് വേണ്ടിയല്ലേ അവൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. കരാറ് പൂർത്തിയാക്കി മടങ്ങിയെങ്കിലും ഇപ്പോഴും ഞാൻ പറയുന്ന അവൾ അനുസരിക്കുന്നില്ലേ? അപ്പോ അങ്ങനെയൊന്നും ചെയ്യണം തോന്നി. നന്നായി മാം. സത്യത്തില് കൃഷ്ണയോട് നമുക്ക് കടപ്പാടുകൾ ഒരുപാടുണ്ടല്ലോ. അതിന്റെ ഒരു പങ്ക് എങ്ങനെയെങ്കിലും. ഇനി ഗാഥയുടെ മുമ്പ് വെച്ചത് പറയാൻ നിൽക്കണ്ട, അവക്കിത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മോൾ ഇതുവരെ തീയുടെ ചൂടെന്താന്ന് അറിഞ്ഞിട്ടില്ല. എന്നും അവളെ ദൂരെ മാറ്റി നിർത്തി തീക്കകത്തൂടെ സഞ്ചരിച്ചവളാ ഞാൻ കടന്നുപോയ അതേ അവസ്ഥയില് മറ്റൊരാളെ കാണുന്ന പോലെ തോന്നി. ചില നേരത്ത് ചില പ്രവൃത്തികളുടെ അർത്ഥം നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ. സിത്താര മാമിന് യഥാർത്ഥത്തിൽ കൃഷ്ണയോട് അനുകമ്പ തോന്നി തുടങ്ങിയോ? അമ്മേ, അമ്മ എന്താ ആരെ കാത്തു നിൽക്കുന്ന പോലെ? നവീനും ഗാഥയും അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ഇപ്പൊ എത്തും. ആഹാ, കൂടെ സിത്താര മാഡം ഉണ്ടാവോ? അതെന്തിനാ സിത്താര മാഡം വരുന്നത്? അല്ല, ഗാഥ മാഡത്തിന് മമ്മിയെ പിരിയാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ. അമ്മേ, സത്യം പറഞ്ഞ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. സിത്താര മാഡം അവിടെ എന്തിനാ തനിച്ച് താമസിക്കുന്നത്? സിത്താര മാഡത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഗാഥ മാഡത്തിന് കൂടെ നിന്നൂടെ? അതാവുമ്പോ സിത്താര മാഡത്തിന് ആൾക്കൂട്ടത്തിലും കഴിയാം, ഗാഥ മാഡത്തിന് മമ്മി കൂടെ ഉണ്ടാവുകയും ചെയ്യും. അത് നല്ലൊരു ബുദ്ധിയാ മാണിക്കുഞ്ഞെ. കുറച്ച് ദിവസം കഴിഞ്ഞ് സിത്താരയോട് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഓ, ആ
എന്റെ പൊന്നു സുമിത്രേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കല്ലേ. സിത്താരെ പോലൊരാള് കളരിക്കൽ വന്ന് നിന്ന് കഴിഞ്ഞാലേ അധികം താമസിയാതെ കളരിക്കൽ തറവാട്ടിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അതെങ്ങനെ? ഓ, സിത്താരയുടെ സ്വഭാവം ഒന്നും അറിയാത്ത പോലെ. ഈ വലിയ വലിയ ബിസിനസ്സുകാർക്ക് ഒരു കുഴപ്പമുണ്ട്. അവർക്ക് കാണുന്നതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കണം. കളരിക്കൽ തറവാട് സ്വന്താക്കി കഴിഞ്ഞു കഴിഞ്ഞാ എന്താ സിത്താർക്ക് കഴിക്കൂ? എന്റെ പൊന്നമ്മായി, ഇത്രയ്ക്ക് വിവരമില്ലാതായി പോയല്ലോ. കാണുന്ന കയ്യിലൊതുക്കുന്ന ബിസിനസ് സിത്താര മാഡത്തിന്റെ കയ്യിലുണ്ടെങ്കിലേ അതിന്റെ 100 ഇരട്ടിയാ നവീൻ സാറിന്റെ കയ്യിലുള്ളത്. ഇങ്ങോട്ട് വിഴുങ്ങാൻ വാ പൊളിക്കുമ്പോഴേക്കുവേ സാർ അങ്ങോട്ട് വിഴുങ്ങി തീർന്നിട്ടുണ്ടാവും. അതാണ് എന്റെ നവീൻ സാറ്. വാടോ. ആ മോളെ, മനസ്സൊക്കെ ഫ്രഷായോ? സാറേ, എങ്ങനെ ഉണ്ടായിരുന്നു ഭാര്യഗ്രഹത്തിലെ താമസമൊക്കെ? കുഴപ്പമില്ലായിരുന്നു. മണിയറിലെത്തിയപ്പോഴേ ഗാഥമാടം ഇവിടുത്തെ പോലെ തളർന്നൊന്നും വീണില്ലല്ലോ അല്ലേ? തനിക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ? അമ്മേ, ഇത് ഇതെന്താ? സിത്താര മേഡത്തിന്റെ ഗിഫ്റ്റാ. നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ നിർമ്മലേ? ഓ, കാശുള്ളവർക്ക് എന്താ കാണിക്കാൻ പറ്റാത്തത്? അമ്മേ, ആ ഇത് ബെൽജിയം കട്ട് ഓർണമെന്റ്സാ. ആ ഫേമസ് ബ്രാൻഡാ. അവസാനം കീർത്തി ഒരു കാര്യം കൃത്യമായിട്ട് കണ്ടുപിടിച്ച് പറഞ്ഞു. താങ്ക് യു കീർത്തി. അല്ല സാറേ, ഇതെന്നാ വിലയുണ്ടോ? ഓ, ഇപ്പോഴത്തെ വില അനുസരിച്ച് ഒരു 1-2 lakhs കാണുമായിരിക്കും. നോ, ഇതിന്റെ വില നോക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 25 lakhs. 25 ലക്ഷോ? ഉണ്ടാവും അമ്മേ. ഒറിജിനലിന്റെ വില അതാ, ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോ അമ്മയുടെ സംശയമൊക്കെ തീർന്നല്ലോ അല്ലേ? എന്തായാലും മമ്മിയുടെ പ്രസന്റ് അല്ലേ, ഇപ്പോൾ ഇതൊന്ന് കഴുത്തിലിട്ടെ. അയ്യോ, ഇതെനിക്ക് വേണ്ട. ഇത് ഗാഥ മേഡത്തിനുള്ളതാ. ഏത് ഗാഥാ മാഡം? ഗാഥാ മാഡത്തിനുള്ളതെന്നോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അതെന്താ കാതെ, ഞങ്ങൾക്കാർക്കൊന്നും മനസ്സിലായില്ലല്ലോ. ആ, ഇതിലെന്തോ ഒരു കുരുക്കുണ്ട്. കൃഷ്ണ